അത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. എല്ലാവർക്കും ഒരേപോലെ ആവശ്യം വരുന്ന ഒരു സാധനം കൊണ്ടുപോകേണ്ട കാര്യങ്ങളും കൊണ്ടുപോയില്ലെങ്കിൽ പണി കിട്ടുന്ന കാര്യങ്ങളുമാണ്. ഇതിൽ 100 ml മേലോട്ടുള്ള ലിക്വിഡ്സ് ഒന്നും കയറ്റി വിടത്തില്ല. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ടു ഷെയർ വൺസ് അഗൈൻ. നമ്മൾ ഇന്ന് ഫുൾ പാക്കിങ്ങിൻ്റെ വീഡിയോയാണ് ഇടുന്നത്. പാക്കിങ് മാത്രമല്ല, ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അൽബേനിയയുടെ ഒക്കെയുള്ള ഒരു 4 day ഗേൾസ് ട്രിപ്പിൻ്റെ പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം 10 kg ക്യാബിൻ ബാഗാണ് കേട്ടോ അലൗഡ് ഉള്ളൂ. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 10 kg കൊണ്ടുപോകാം, പക്ഷേ അതിന് 75 pound എക്സ്ട്രാ അടയ്ക്കണം. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മതി എന്നുള്ളത് കൊണ്ട് ഞാൻ 75 pound സേവ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അൽബേനിയ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൊണ്ടുപോകേണ്ട കാര്യങ്ങളും കൊണ്ടുപോയില്ലെങ്കിൽ പണി കിട്ടുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ UK ടു അൽബേനിയ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. മെയിനായിട്ട് ക്യാരി ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ 10 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ വിസ് എയറിൻ്റെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം 10 kg കൊള്ളാൻ പറ്റുന്ന ഒരു ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുത് എടുക്കാതിരിക്കുമായിരിക്കും നല്ലത്, കാരണം വലുതെടുത്താലും മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തായാലും 10 kg സുഖമായിട്ട് കൊള്ളുന്ന ഒരു ബാഗാണ്. അത്യാവശ്യം ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ സാധനങ്ങളെല്ലാം ഇതിൽ കയറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് 4 ജോഡി ഡ്രസ്സും പ്ലസ് ഒരു 2 എണ്ണം ഇൻ കേസ് നമ്മൾ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ നനഞ്ഞാലിടാനും, പിന്നെ ഒരെണ്ണം എക്സ്ട്രായും. അപ്പം ഒരു 6 to 7 ജോഡി ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു 2 ദിവസത്തേക്കുള്ള ഡ്രസ്സാണ്. അപ്പം 2 ജോഡിയുണ്ട്. ഇത് നെക്സ്റ്റ് 2 ഡേയ്സിലേക്കുള്ള ഡ്രസ്സാണ്. പിന്നെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ 2 എണ്ണം വേറെ എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇൻ കേസ് നമ്മൾ ഇനി സ്വിമ്മിങ്ങോ വെള്ളത്തിലോ ബീച്ചിലൊക്കെ ഇറങ്ങുവാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 2 സ്വിമ്മിങ്ങിനൊക്കെ ഉള്ള വേണ്ടിയിട്ടുള്ള 2 ജോഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ ചെറിയ ചെറിയ കവറിലാക്കി, കാരണം ഇൻ കേസ് നനയാണ് അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കവറിലേക്ക് തന്നെ ഇട്ടിട്ട് മറ്റ് ഡ്രസ്സുകളിലേക്ക് മണമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കവറിലാക്കിയിട്ടുണ്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത കവറില്ലേ, നമ്മൾ ഷീനിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഷീനിൽ നിന്ന് കിട്ടുന്ന കവറാണ് കേട്ടോ. ഷീനിൻ്റെ തന്നെ കവറാണ്. ഞാൻ ഷീനിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ പെട്ടെന്ന് വരുമോയെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറിക്കുള്ള പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു 9 pound എക്സ്ട്രാ ഒക്കെ പേ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം വരുത്തിയേക്കുന്നത്. കാരണം ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴാണ് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ സമയത്ത് എത്തി. അപ്പം ഷീനിൻ്റെ ഒരു 5 covers ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ബാഗിലേക്ക് ഇങ്ങനെ കവറായിട്ട് തന്നെ എടുത്ത് വെക്കാനും തിരിച്ചെടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോവുക. കാരണം അവിടെ മോസ്റ്റ്ലി വെതർ ഈ ഒരു ടൈമിലൊക്കെ കുറച്ചുകൂടി UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമ്മറാണ്. പക്ഷേ തണുപ്പായി തുടങ്ങുന്ന ഒരു ടൈമാണെന്നാണ് പറഞ്ഞത്. അപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനുള്ള പ്ലാനൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ അതനുസരിച്ച് കൊണ്ടുപോകുക. ഒരു 2 ജോഡിയൊക്കെ എക്സ്ട്രാ എടുക്കുക. പിന്നെ വേണ്ട ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിക്വിഡ്സ്, അതായത് മേക്കപ്പ് ഐറ്റംസ്, ഷാംപൂ, മോയ്സ്ചറൈസർ, ഓയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10 kg ചെക്കിൻ ബാഗ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കൂടെ തന്നെ വെക്കുന്ന ബാഗാണ്. അപ്പോൾ അതിൽ 100 ml മേലോട്ടുള്ള ലിക്വിഡ്സ് ഒന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ വലിയ വലിയ ഷാംപൂ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അവിടെ മേടിച്ച് വയ്ക്കും, നമ്മുടെ കയ്യിൽ തന്നു വിടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടും നമുക്ക് വെയിറ്റ് 10 കിലോയുടെ ഉള്ളിൽ ഒതുക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ ഷാംപൂ, മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഡബ്ബയിലാക്കിട്ടോ. ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും, വെയിറ്റും അധികം ഉണ്ടാവില്ല. അപ്പോൾ 100 ml താഴെ ആയിരിക്കുകയും ചെയ്യും. എയർപോർട്ടിൽ ചെക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതുപോലെ ചെറിയ ഓയിലൊക്കെ ഞാൻ ഇതേപോലെ കുഞ്ഞ് ഡബ്ബയിൽ എടുത്തേക്കുന്നത്. കാരണം നമുക്ക് 4 ദിവസത്തേക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ടല്ലോ, കുറച്ച് ഓയിലൊക്കെ മതി. പിന്നെ എൻ്റെ ടൂത്ത് ബ്രഷും ആണ് കേട്ടോ. അപ്പം പിന്നെ സൺസ്ക്രീനും, സ്പ്രേ സൺസ്ക്രീനുമാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് സിപ്പിട്ട കവറിൽ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ലീക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
പുറത്തേക്ക് എൻ്റെ വേറെ എങ്ങോട്ടും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം നിങ്ങളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഡബ്ബയിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ഒരു ഹാസിൽ ഫ്രീ ആയിരിക്കും. പിന്നെ വേറെ 2 കാര്യങ്ങൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സാൻഡൽസ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് സാൻഡൽസ്, വെള്ളമൊക്കെ നനഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള, പിന്നെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പെയർ ഓഫ് സാൻഡൽസ് ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളത്തിലൊക്കെ ഈസി ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത് ഷൂസ് ആണ്, അപ്പം അത് ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു പെയർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടവല്, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ നനഞ്ഞാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാലൊക്കെ ജസ്റ്റ് നമുക്ക് ഹോട്ടലിലൊക്കെ ടവൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടവൽ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഭയങ്കര എസെൻഷ്യൽ ആയിട്ട് UK ടു അൽബേനിയ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ആവശ്യം വരുന്ന ഒരു സാധനം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. അതെ, നമ്മുടെ യൂണിവേഴ്സൽ പ്ലഗ് ആണ് കേട്ടോ. അപ്പം അൽബേനിയയുടെ പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതാണ്. നമുക്ക് അൽബേനിയയിൽ യൂസ് ചെയ്യുന്ന 2 റൗണ്ട് പിന്ന് വരുന്ന 2 എണ്ണമാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഇത് കൊണ്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ നമുക്ക് ഫോണൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് ചിലപ്പം ഉടനെ തന്നെ ചെന്ന് കഴിയുമ്പോൾ ചാർജ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ക്യാരി ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഐഫോണിന്റെ ചാർജർ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സൺഗ്ലാസസ്, ഒരു പെയർ സൺഗ്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ വെയിലാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു പെയർ ഓഫ് സൺഗ്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഹെയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കി വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എൻ്റെ മുടിക്ക് കെട്ടാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് എനിക്ക് സ്ട്രെയിറ്റ്നർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് ഒരെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലിക്വിഡ്സ് ഒക്കെ എങ്ങനെ ക്യാരി ചെയ്തെന്ന് ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അത് ഇതെല്ലാം പല സൈസിലും പല ഷേപ്പിലും ഉള്ള ചെറിയ ചെറിയ ഡബ്ബാസ് ആണ്. നമുക്ക് എയർ ടൈറ്റ് ആണ്, അപ്പോൾ നമുക്ക് ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആമസോണിൽ നിന്ന് 6 പൗണ്ടിന് മേടിച്ചതാട്ടോ. ഭയങ്കര ചീപ്പാണ്. 6 ഇതുപോലത്തെ ട്യൂബ് പോലത്തെ സംഭവവും പിന്നെ അത് ഇതുപോലത്തെ ഒരു 4 ഡബ്ബാസും കിട്ടിട്ടോ. ഭയങ്കര ചീപ്പാണ്, നല്ല ക്വാളിറ്റിയും ആണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡബ്ബാസ് ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അൽബേനിയ മാത്രമല്ല, നിങ്ങൾ എവിടേക്ക് പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ലിക്വിഡ്സ് ആണെങ്കിൽ 100 ml താഴെ കൊണ്ടുപോകാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ലിങ്ക് വേണ്ടവര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ. ലൈക്ക് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഐ ഷാഡോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതുപോലെ ഞാൻ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഐബ്രോ പെൻസില്, മസ്കാര, ലിപ് ബാം, അങ്ങനത്തെ 5-6 സാധനങ്ങൾ അത്രേ ഉള്ളൂ. അതും എനിക്ക് അത്രയ്ക്ക് ആവശ്യം വരുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടില്ല. എല്ലാം വാരി വലിച്ചൊന്നും എടുത്തിട്ടില്ല. അതും ഇതുപോലെ ഒരു കുഞ്ഞു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്, ഒന്നും മിക്സ് ആവാതിരിക്കാനായിട്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ട്രൈപോഡാണ്. നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പോഴും എടുക്കാനുണ്ടാവുമല്ലോ, നല്ല നല്ല സ്പോർട്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന, ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് ഞാൻ പറയില്ല, എന്നാലും ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ട്രൈപോഡാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ട്രൈപോഡാണ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 35 പൗണ്ടൊക്കെ ഉള്ളൂ. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ കുഞ്ഞതായിട്ടും പിടിക്കാം, വലുതായിട്ടും പിടിക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിങ്ങനെ എക്സ്റ്റെൻഡബിൾ ആണ്. ഇത് എബൌട്ട് ഒരാളുടെ പൊക്കത്തിന് അത്രയും എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നല്ല സ്ട്രോങ്ങും ആണ് കേട്ടോ. ഇത് ഞാൻ ഡെഫിനറ്റ്ലി നല്ല ട്രൈപോഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഇത് നമുക്ക് റിമോട്ടായിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് ദൂരെ നിന്നിട്ടാണെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രൈപോഡാട്ടോ. അപ്പോൾ ഇതും ഞാൻ എൻ്റെ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഞാൻ കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളാണ്. ഇത് ഞാൻ ക്യാരി ചെയ്യുന്ന ബാഗാണ്. അതായത് ഞാൻ പോകുമ്പോൾ ഈ ബാഗും കൊണ്ടാണ് പോവുക. പിന്നെ ഈ ഒരു എക്സ്ട്രാ ചെറിയൊരു ബാഗും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എല്ലാത്തിലും ഒരു ബാഗ് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു ബാഗും കൂടെ എടുക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ ബാഗിൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ DJയുടെ മൈക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ, സൗണ്ട് ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മൈക്ക് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ആവശ്യം വന്നാൽ,
പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ പാസ്പോർട്ടും BRP കാർഡുമാണ് കേട്ടോ. മസ്റ്റായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട് ഞാൻ. ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ബാഗിൽ തന്നെ ഞാൻ കൊണ്ടു നടക്കും. കാറിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒന്നും വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അൽബേനിയയിൽ നിന്ന് തിരിച്ചു പോരണ്ടേ. അപ്പോൾ അത് എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഈ ബാഗിലുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ ബാഗിൽ വെയിറ്റ് കൂടുതലാണ്, ഈ 10 kg ബാഗിൽ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് കുറച്ചും കൂടി വലുത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ലൈക്ക് ഇപ്പം എനിക്ക് ഈ ബാഗ് ഇത് കുറച്ചുകൂടി വലിയ ബാഗാണെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിലിട്ടിട്ട് എനിക്ക് കൊണ്ടുപോകാമെന്നാണ്. കാരണം ഇതിൻ്റെ വെയിറ്റ് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ, ഈ കുഞ്ഞു ബാഗിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യത്തില്ല. ഇനി മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷാണ്. കാരണം നമുക്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അവിടുന്ന് കാർഡ് ഇട്ടിട്ട് ക്യാഷ് എടുക്കാനാണെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 50 പൗണ്ടിന് 5 പൗണ്ട് വെച്ചോ അങ്ങനെ എന്തോ ഒരു നല്ല ചാർജ് വരുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അസ്ഡേന്നോ നമുക്ക് യൂറോ, അതായത് പൗണ്ട് യൂറോ ആക്കി ക്യാഷ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് നമ്മുടെ പാക്കേജ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോകുന്നത് 4 day അൽബേനിയ ആൻഡ് മോണ്ടിനീഗ്രോ ട്രിപ്പാണ് കേട്ടോ. അത് ഫുൾ പാക്കേജ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് പീക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, UK തന്നെയുള്ളതാണ്. ഒരുപാട് സ്ഥലത്തേക്ക് ആളുകളെ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ പാക്കേജ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് പീക്ക് എസ്കേപ്പ്. അപ്പം അവരുടെ ത്രൂ ആണ് നമ്മൾ പോകുന്നത്. അപ്പം അവർ നമുക്ക് സജസ്റ്റ് ചെയ്തത് 4 ദിവസത്തേക്ക് ഒരാൾക്ക് ഒരു 200 പൗണ്ടൊക്കെ കൊണ്ടുപോയാൽ മതി എന്നാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് എക്സ്ട്രാ എടുക്കാം. പക്ഷെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും അധികം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് എടുക്കാം. അപ്പം പൗണ്ട് യൂറോ ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ക്യാഷും ഈ ഒരു ബാഗിലായിരിക്കും ഞാൻ സൂക്ഷിക്കുക, കാരണം മിസ്സാവരുതല്ലോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. മാക്സിമം എന്താ പറയുക ചുരുക്കിയിട്ട് 4 ദിവസത്തേക്ക് അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ അവിടെ നിന്നാണെങ്കിലും അധികം കാര്യങ്ങളൊന്നും ഷോപ്പ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം തിരിച്ചു വരുമ്പോഴും നമുക്ക് ബാഗ് ഇതുപോലെ തന്നെ കൊണ്ടുവരണ്ടേ. അധികം വെയിറ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, 10 kg മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫ്ലൈറ്റ് നമുക്ക് 2 hours 3 hours ഒക്കെ ഉള്ളൂ ഇവിടുന്ന്. വിസ് എയറിന്റെ ഫ്ലൈറ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അൽബേനിയ അല്ലെങ്കിൽ വേറെ എല്ലാ രാജ്യത്തേക്കും ട്രാവൽ ചെയ്യാനിരിക്കുന്നവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു, അൽബേനിയ പോകുന്നവർക്ക് പ്രത്യേകിച്ച്. അപ്പൊ ഞാൻ 5 പോയിന്റുകളാണ് പറഞ്ഞത്. 5 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രസ്സിന്റെ കാര്യമാണ്. എക്സ്ട്രാ ഒരു 2 ജോഡിയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ നമ്മുടെ ചാർജറല്ല, പ്ലഗ് പോയിന്റ്, ഈ പ്ലഗ് പോയിന്റ് ആണ് അൽബേനിയയിലുള്ളത്. അപ്പൊ അത് മസ്റ്റായിട്ട് കൊണ്ടുപോവുക. പിന്നെ ലിക്വിഡ്സ് നമുക്ക് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ 100 ml കൂടുതൽ കയറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ഡബ്ബാസ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു, ക്യാഷിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ക്യാഷ് നമ്മൾ പൗണ്ടിൽ നിന്ന് യൂറോയിലേക്ക് ആക്കി കൊണ്ടുപോകുക. ലെക്കിലേക്കും ആക്കാട്ടോ. ലെക്കാണ് ശരിക്കും പറഞ്ഞാൽ അൽബേനിയയിലെ കറൻസി. പക്ഷെ നമ്മുടെ പാക്കേജ് സജസ്റ്റ് ചെയ്ത് യൂറോ അവിടെ എല്ലായിടത്തും യൂറോ എടുക്കും എന്നാണ്. അപ്പം നമ്മൾ യൂറോ കൊണ്ടുപോയാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അൽബേനിയ പോകാനൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്, അടിച്ചു വിളിച്ചു വരിക. ഒരുപാട് നല്ല സ്പോർട്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ചാനലിൽ ഇനി അതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പം ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽ ബട്ടണും അമർത്തുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.